الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيقول الله تبارك وتعالى فأذاقهم الله الخزي في الحياة الدنيا ولعذاب الآخرة أكبر لو كانوا يعلمون. സൂറത്തു സുമറിലെ 26-ാമത്തെ സൂക്തമാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്യുന്ന ആളുകളെ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് പിടികൂടി ശിക്ഷിക്കും എന്നാണ്. അങ്ങനെയുള്ള ഉപമകളാണ്, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളാണ്, അല്ലെങ്കിൽ കുറിമാനങ്ങളാണ് മാനവ ചരിത്രത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുക. അത്തരമൊരു ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ തുടർന്നുകൊണ്ടാണ് പറയുന്നത് ഫഅദാഖഹുമുല്ലാഹ്, അങ്ങനെ അള്ളാഹു അവരെ അനുഭവിപ്പിച്ചു. ദാഖ യദൂഖു, ദാല് വാവ് ഖാഫ്, ഇതാണ് 3 ബേസിക് ലെറ്റേഴ്സ്. ആ വാക്ക് അറബി ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതനുസരിച്ച് നമ്മുടെ ജവാരിഹുകൾക്ക്, അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ഏതു തരം അനുഭവങ്ങൾക്കും ദൗഖ് എന്ന് പറയാം എന്നാണ്. ജവാരിഹുകളിൽ അനുഭവവേദ്യമാകുന്ന ഏതു തരം അനുഭവങ്ങൾക്കും അറബിയിൽ പറയാനുള്ളതാണ് ദൗഖ്. അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലതാണ് എന്നും, അനുഭവിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലതും ചീത്തയും രണ്ടിനുമാണ് എന്നുമാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ഭാഷയിൽ, മലയാള ഭാഷന്റെ പരിമിതിയാണ്. അറബിയിൽ ദാഖ യദൂഖു എന്ന് പറഞ്ഞാൽ നല്ലത് ആസ്വദിക്കുന്നതിനും നല്ലത് അനുഭവിക്കുന്നതിനും പറയും, നല്ലതല്ലാത്ത കാര്യങ്ങൾ അനുഭവിക്കുന്നതിനും പറയും. ദാഖ തുഅമൽ ഈമാൻ, ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈമാനിന്റെ രുചി ആസ്വദിച്ചിരിക്കുന്നു, ദാഖ യദൂഖു. അതേ സന്ദർഭത്തിൽ ഇവിടെ പറയുന്നു ഫഅദാഖഹുമുല്ലാഹു, അവരെ അള്ളാഹു അനുഭവിപ്പിച്ചു, ആസ്വദിപ്പിച്ചു. അൽ ഖിസി, ഖിസി ഹുവൽ ഹവാൻ, നിന്ദ്യത എന്ന് നമ്മൾ പറയുന്നതാണത്. അപ്പോൾ നല്ലതായിരിക്കട്ടെ, അല്ലെങ്കിൽ ചീത്തയായിരിക്കട്ടെ, ഖൈറായിരിക്കട്ടെ, ഷർറായിരിക്കട്ടെ, ഏത് തരത്തിലുള്ള കാര്യങ്ങൾ
നമ്മുടെ ജവാരിഹുകൾക്ക് അനുഭവവേദ്യമാകുന്നതിനും അറബിയിൽ ദാഖ യദൂഖു എന്ന് പറയും. ഇത് ഭാഷാ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അബൂ ഉബൈദിനെ പോലെയുള്ള ഉലമാ ഉൽ ലുഗ അൽ അറബിയ്യ അവർ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഭവിപ്പിച്ചു അല്ലെങ്കിൽ ആസ്വദിപ്പിച്ചു. അൽ ഖിസ്യ ഫിദ് ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ അവർക്ക് വലിയൊരു ഖിസ്യ തന്നെ. ഖിസ്യത്തും ഖസായത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയും. ഖിസ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ദ്യതക്കാണ് പറയാ. ഖസായത്ത് എന്നതിലേക്ക് പോകുമ്പോൾ അത് ലജ്ജ, നാണക്കേട് എന്നതിലേക്കാണ് പോവുക. ലജ്ജയും നാണക്കേടും ചേർന്നിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോവുക. ഗൈറ ഖസായ വല നദാമ. ഖിസി അവരെ അനുഭവിപ്പിച്ചു, നിന്ദ്യത അനുഭവിപ്പിച്ചു. കാരണം അവര് ഈ ലോകത്ത് നിലനിന്നിരുന്നത് ഞങ്ങളെ വെല്ലുവിളിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കും, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഇന്ന് ഞങ്ങൾക്കുള്ള എല്ലാം, അത് സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, അതല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, പേരാകട്ടെ, പ്രശസ്തിയാകട്ടെ, അതെല്ലാം ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതൊന്നും ഒരാൾക്കും ഞങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാനാവില്ല എന്ന് അഹങ്കരിക്കുന്നവരായിരുന്നു അവർ. അത് അവരുടെ നാവ് കൊണ്ട് അവർ പറയാം, ചിലപ്പോൾ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ലിസാനുൽ ഹാൽ യഖൂലു ബിഹാദ. അവർ നാവ് കൊണ്ട് പറയുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ ഹാല്, അവരുടെ അവസ്ഥ, അവർ ജീവിക്കുന്ന അവസ്ഥ നോക്കിയാൽ ആ അവസ്ഥ അത് വിളിച്ചോതുന്നുണ്ടായിരിക്കും. നമ്മളെക്കുറിച്ച് രണ്ട് രൂപത്തിൽ കാര്യങ്ങൾ വിളിച്ചു പറയും. ഒന്ന്, നമ്മുടെ നാവ് തന്നെ വിളിച്ചു പറയും, നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയെന്ന് നമ്മളായിട്ട് വിളിച്ചു പറയും. മറ്റൊന്ന്, നമ്മളെ നാവ് പറയുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിലിരിപ്പ്, നമ്മുടെ മനോഭാവം, നമ്മുടെ മനോഘടന, അത് നമ്മുടെ ഹാല് വിളിച്ചു പറയും. ഹാല്, അഹ്വാല്, നമ്മുടെ ജീവിത അവസ്ഥ തന്നെ വിളിച്ചോതും. അതുകൊണ്ട് തന്നെ അറബിയിൽ ലിസാനുൽ ഹാൽ വ ലിസാനുൽ മഖാൽ ഇങ്ങനെ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ലിസാനുൽ മഖാൽ, നമ്മളിങ്ങനെ ഉച്ചരിക്കുന്ന നമ്മുടെ നാവ് വിളിച്ചോതുന്നത്. മറ്റൊന്ന് ലിസാനുൽ ഹാൽ, അത് നാവ് വിളിച്ചോതുന്നില്ലെങ്കിലും അതിനേക്കാൾ വ്യക്തമായി നമ്മുടെ ജീവിത അവസ്ഥകൾ, നമ്മുടെ മനോഘടന, നമ്മുടെ മനോനില അത് വിളിച്ചോതുന്നുണ്ടായിരിക്കും. അങ്ങനെ അവര് ഞങ്ങളെ വെല്ലാൻ ആരുമില്ല, ഇതെല്ലാം ഞങ്ങളുടെ സ്വാമർത്ഥ്യത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയത് എന്ന് അഹങ്കരിച്ച് നടക്കുമ്പോഴാണ് അഹങ്കാരത്തിന് അള്ളാഹു ഒരടി വെച്ചു കൊടുക്കുന്നത്. അതവർക്കുണ്ടാക്കി തീർക്കുന്ന മാനക്കേടിന് യാതൊരു കയ്യും കണക്കില്ല. സഹിക്കേണ്ടതെല്ലാം സഹിച്ചു, അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് താളം തെറ്റി അതെല്ലാം തന്നെ പൊളിഞ്ഞ് അവർ പാപ്പറായിപ്പോയി. അതേ സമയത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർ മാനക്കെടുകയും ചെയ്തു. ചിലർക്ക് ആ മാനക്കേടൊന്നും സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർ പാലത്തിൽ നിന്നൊരൊറ്റ ചാട്ടായിരിക്കും പുഴയ്ക്ക്. പിന്നെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി കുറെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അയാൾ ചാടിയത് ഈ നാണക്കേട് കൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ ഖിസിയും ഖസായത്തും രണ്ടും കൂടി അവരുടെ മേൽ അള്ളാഹു അനുഭവിപ്പിച്ചു. ശിക്ഷ അതിന്റെ പുറമേ, ഭൗതികമായി അവർക്ക് കിട്ടേണ്ട ശിക്ഷ സമയത്ത് കൊടുത്തു. ആ ശിക്ഷയുടെ പുറമെ അവർക്ക് വലിയൊരു നിന്ദ്യത അതും അവർക്ക് വന്നു. അതിന്റെ നാണക്കേട് കൊണ്ട് അവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും അള്ളാഹു ഉണ്ടാക്കി. ചിലപ്പോൾ അവരൊക്കെ അള്ളാഹു നിലംപരിശാക്കിയാൽ കഅല്ലം യഗ്ന ബിൽ അംസ്, ഇന്നലകളിൽ അവരിവിടെ ജീവിച്ചിരുന്നു എന്നതിന് യാതൊരു അടയാളവുമില്ലാത്ത വിധം അവരുടെ കാൽപ്പാടുകൾ തേച്ച് മായ്ച്ച് കളയും, ഉന്മൂലനാശം വരുത്തും. അതും അള്ളാഹു ചെയ്യുന്ന ശിക്ഷയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീതും അതിനെ തുടർന്നു കൊണ്ട് പറഞ്ഞു, വലഅദാബുൽ ആഖിറ അക്ബർ ലൗ കാനൂ യഅലമൂൻ. എന്നാൽ ആഖിറത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ അതാണ് അക്ബർ, ഏറ്റവും വലുത്. ഇതൊന്നുമല്ല, ഇത് നൈമിഷികമാണ്, ഒരു നിമിഷ നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്.
പരലോകത്തെ നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും അതിന്റെ ദൈർഘ്യവും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഐഹിക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളോ ദോഷങ്ങളോ നേട്ടങ്ങളോ കോട്ടങ്ങളോ ആവട്ടെ, അത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇത് നൈമിഷികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നൈമിഷികം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്നത്, കഴിഞ്ഞു. ദുനിയാവിന് അത്രയേ ഉള്ളൂ. പരലോകം അങ്ങനെയല്ല. ഇത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ മത്താഉൽ ഖുറൂർ, അത് നമ്മളെ ഡിസെപ്റ്റ് ചെയ്യുന്ന, നമ്മളെ വഞ്ചിക്കുന്ന, മിന്നിമറയുന്ന നൈമിഷികമായ ഒരു ചെറിയ അനുഭവം മാത്രമാണ്. എന്നാൽ പരലോകത്തുള്ളതാണ് യാഥാർത്ഥ്യം, അതാണ് റിയാലിറ്റി, അത് നിലനിൽക്കുന്നതാണ്, അത് അവസാനിക്കാത്തതാണ്, അതാണ് യാഥാർത്ഥ്യം. അദാബുൽ-ആഖിറത്തി അക്ബർ, പരലോകത്ത് നിങ്ങൾ അവരെ കാത്തിരിക്കുന്ന ശിക്ഷ അത് ഏറ്റവും വലുതാണ്. അക്ബർ എന്ന് പറയുന്ന വാക്ക് കുറച്ച് വലുപ്പം കൂടുതലാണ്. അത് ഖുർആൻ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട ഒരു ടേമാണ്. ഏതിനെക്കുറിച്ചൊക്കെയാണ് അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കണം. നമുക്കറിയാം, അക്ബർ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക അള്ളാഹു അക്ബർ. അത് തന്നെ ആ പദത്തിന്റെ ഗാംഭീര്യത്തിലേക്കും ഗൗരവത്തിലേക്കും വേറൊന്നും വേണ്ടല്ലോ സൂചന നൽകാൻ, അത് തന്നെ മതി. വലദിക്റുല്ലാഹി അക്ബർ. മറ്റൊരിടത്ത് അല്ലാഹ് പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ. ദിക്റുള്ളാണ് അക്ബർ. പറയേണ്ടതുണ്ടോ? ദിക്റുള്ളയുടെ ആ മഹത്വം, ആ പെരുമ, അത് എത്ര വലുതാണ്, എത്ര ബൃഹത്താണ് എന്നത് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ശത്രുക്കളുടെ മുന്നിൽ വാളും കുന്തവുമായി പോയിട്ട് പടവെട്ടുന്നു, അവരുടെ പെരടിക്ക് വെട്ടുന്നു, അവർ നിങ്ങളുടെ പെരടിക്ക് വെട്ടുന്നു. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണവും വെള്ളിയും മുഴുവൻ കൊടുക്കുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഏത് തരം പ്രവർത്തനത്തെക്കാളും ത്യാഗത്തെക്കാളും സാക്രിഫൈസിനേക്കാളും മികച്ചു നിൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ പറഞ്ഞു തരണോ അതേതാണ്? അവർ പറഞ്ഞു ബല യാ റസൂലല്ലാഹ്. അപ്പോഴാണ് റസൂലുള്ളാഹി അതിന് ഉത്തരം കൊടുത്തത്, ദിക്റുല്ലാഹ് വലദിക്റുല്ലാഹി അക്ബർ. ഇങ്ങനെയൊക്കെയാണ് അക്ബർ എന്നുള്ള വാക്ക് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. പിന്നെ ഇത് പ്രതിഫലത്തിന്റെയും മഹാത്മ്യത്തിന്റെയും വശത്താകുമ്പോൾ, ശിക്ഷയുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ അതിന്റെ രൂക്ഷമായ അവസ്ഥ, അതിന്റെ ആ കാഠിന്യം കാണിക്കാൻ വലഅദാബുൽ ആഖിറത്തി അക്ബർ. അപ്പൊ പിന്നെ അക്ബറിന്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് വന്നു പോയാൽ മതി. ലൗ ഖാനു യഅലമു. പക്ഷെ അവർ കാര്യം അറിഞ്ഞിരുന്നെങ്കിലോ? ലൗ ഖാനു യഅലമു. അവിടെ ലൗ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ലൗ എന്നുള്ളത് അറബിയിലെ ലൗ, അത് വല്ലാതെ നടക്കാത്ത കാര്യങ്ങളെ കൂടെയാണ് അധികവും പ്രയോഗിക്കുക. അറബിയിൽ തമന്നി ഉണ്ട്, തറജ്ജി ഉണ്ട്. ലഅല്ല, അസ പോലുള്ള വാക്കുകളുണ്ട്. ലഅല്ല ആയേക്കാം, അസ ആയേക്കാം, അസ റബ്ബുക്കും അയ്യർഹമക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് റഹ്മത്ത് ചെയ്തേക്കാം. അത് റജാ ആണ്, ഒരു പ്രതീക്ഷയാണ്, നടക്കാവുന്ന കാര്യമാണ്. ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. ആണും പെണ്ണും തമ്മിൽ തെറ്റിക്കഴിഞ്ഞ ഉടനെ ഓളോളെ പേരേക്ക് പറഞ്ഞയക്കരുത്. അവളെ ഒപ്പം നിർത്തിയിട്ട് തീർത്തിട്ടേ വിടാവുള്ളൂ. തീർത്തിട്ട് പറഞ്ഞാൽ തമ്മിലുള്ള ആ ഇഷ്ടക്കുറവ്, ആ ഒക്കായ്മ തീരാണെങ്കിൽ തീരണം. തൊലാക്ക് ചെല്ലിയ പെണ്ണിനെ നമ്മളൊപ്പം നിർത്തണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർക്ക്. തലാക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നാമട്ടും ചൊല്ലി, അതുവരെ തലാക്ക് കാരണം അതൊരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഒന്നാം തലാക്ക് ചൊല്ലി, രണ്ടാം തലാക്ക് ചൊല്ലി, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞു മൂന്നാം തലാക്ക് ചൊല്ലിയാൽ പോലും ഒറ്റടിക്കോളാണ്ട് പുറത്താക്കരുത്. മറിച്ച് അവര് ദാമ്പത്യം പങ്കുവച്ചിട്ടുള്ള അവരുടെ മാട്രിമോണിയൽ അബോർട്ട് അതേതാണോ അവിടെ തന്നെ അവൾക്ക് 3 മാസം 3 പീരീഡ് കഴിയുന്നത് വരെ താമസിക്കാൻ സൗകര്യം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, താമസം കൊടുക്കണം. നേരത്തെ എന്താ കൊടുത്തത്, ആ കൊടുത്ത ആ ഇജ്ജത്തിൽ അവളെ നിലനിർത്തണം. ഒരു പെണ്ണിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനാണത്. അങ്ങനെ ഒന്നാം തലാക്കോ രണ്ടാം തലാക്കോ ഒക്കെയാണ് കഴിഞ്ഞതെന്ന് ആക്കട്ടെ, ആ 3 മാസം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ അവര് ദാമ്പത്യം പങ്കുവെച്ച ആ ചുമരുകൾക്കിടയിൽ അവൾ താമസിക്കുമ്പോ അവൻ താമസിക്കുമ്പോ ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ, അള്ളാഹു
അതിനുശേഷം ആ തലാഖിന്റെ വാക്ക് പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പ്രതീക്ഷയാണ്. ഓക്ക് തോന്നാം എന്തിനിങ്ങനെ, അവന് തോന്നാം എന്തിനിങ്ങനെ. അത് അടുക്കുന്നതിന് അള്ളാഹ് അവർക്കിടയിൽ ഒരു യോജിപ്പ്, ഒരു രഞ്ജിപ്പ്, ഒരു ഐക്യം, ഒരു റീയൂണിഫിക്കേഷന്റെ എല്ലാ വഴിയും അള്ളാഹു തെളിയിച്ചു കൊടുക്കും. അത് പ്രതീക്ഷയാണ്. ലഅല്ലയും അസിയൊക്കെ അതിനാ പ്രയോഗിക്കുക. മറിച്ച് ലൈത്ത എന്ന് പറഞ്ഞാൽ, ഉംനീയത്ത് എന്ന് പറഞ്ഞാൽ തിൽക്കാമാനിയുഹും, അത് അവരുടെ ഒരു പൂതിയാണ്, വ്യാമോഹം, നടക്കാത്ത കാര്യമാണ്. ലൈത്ത പറയുകയാണെങ്കിൽ, ലവ് പറയുകയാണെങ്കിൽ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾക്ക് അതിന് മലയാളത്തിൽ വ്യാ ചേർത്തിട്ടാ പറയാം. വ്യാമോഹം. മോഹം കുഴപ്പമില്ല, പക്ഷെ വ്യാമോഹം എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു സംഭവമാണ്. ചിലപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് ഇന്നിപ്പോ മലയാളം ആരും വല്ലാണ്ട് പഠിക്കുന്നില്ലല്ലോ. കാരണം ഈ മലയാളം കടല വാങ്ങാനും മത്തി വാങ്ങാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അന്തസ്സിന് സംസാരിക്കണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. ദീനിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ അറബിയിലേക്ക് പോകും. ഈ മലയാളത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് എന്താ മോഹം വ്യാമോഹം തമ്മിലൊന്നും വലിയ വ്യത്യാസം ഇപ്പം ആർക്കില്ല. മോഹം അതൊരാഗ്രഹമാണ്, അത് ന്യൂട്രലാണ്. വ്യാമോഹം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സൈഡിലേക്ക് പോയി നടക്കാത്ത സംഗതിയാണ്. വ്യാമോഹങ്ങളാണ്. ഇങ്ങനെ വ്യാമോഹങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ലവ് പറയാം. നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാണ്? ലവ് കാനു യഅലമൂൻ, അവർ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അത് മനസ്സിലാക്കൊന്നുമില്ല, നടക്കാൻ പോകുന്നതല്ല. അള്ളാഹ്ക്കറിയാം അവരുടെ മനസ്സ് അങ്ങനെയാണ്. പക്ഷെ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചേ പോകുള്ളൂ. ഇവരെങ്ങനെയാകുന്ന അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മാലോകരുടെ മുന്നിൽ അത് തുറന്ന് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് വിരിഞ്ഞ് തെളിഞ്ഞ് അത് പുലർന്നു വരേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഫിർഔനിനോട്, ഫിർഔന് ഏറ്റവും വലിയ ശത്രുവാണ്, അള്ളാന്റെ ശത്രുവാണ്. അള്ളാഹ് അവനെ ശപിച്ചു എന്ന് വരെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഫിർഔനിന്റെ കാര്യത്തിൽ മൂസാ നബിനോട് പറയാണ്, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ എന്താകുന്നുള്ളത് നീ നോക്കണ്ട, നീ പ്രതീക്ഷയോട് കൂടി പോകണം. ലഅല്ലയാണ് അവിടെ പറഞ്ഞത്. ലഅല്ലഹു, അവനായെങ്കിലോ, പ്രതീക്ഷ കൈവിടരുത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കൊണ്ടെങ്കിലോ അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ടെങ്കിലോ ആ പ്രതീക്ഷയോട് കൂടി പോണം. അതിൽ വലിയൊരു കാര്യമുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ വിലയിരുത്തലിൽ നടക്കൂല എന്ന് തോന്നുന്ന ഇത്തരം സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് പോകരുത് എന്ന് എന്നെപ്പോലുള്ള ആൾക്കാരെ ഉണർത്തുന്നതാണ് ആയത്ത്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഉണർത്തുന്നതാണ് ആയത്ത്. അതിനെ പോസിറ്റീവായിട്ട് കണ്ടു വേണം പോകാൻ. അല്ലാണ്ട് നടക്കൂല എന്നാലും ഞാൻ പറയാണ് എന്ന് പറഞ്ഞാണ്ട് പോകരുത്. നടന്നെങ്കിലോ? അപ്പൊ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രോ ആക്റ്റീവായിട്ടുള്ള ആ ഒരു മൂഡ് നിങ്ങൾ നോക്കി. ഖുർആനും ഹദീസ്, അതിലെ വചനങ്ങൾ നമ്മൾ എത്രത്തോളത്തോളം പോസിറ്റീവ് ആക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. ലഅല്ലഹു യതദക്കറു യഖ്ശ ലൗ കാനു യഅലമൂൻ, അവരറിഞ്ഞിരുന്നെങ്കിൽ. അവരറിയാൻ പോകുന്ന ആൾക്കാരെന്നല്ല കുഫാറുകൾ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇനി നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ കൃത്യമായി കിട്ടും. ഫദഖഹുമുല്ലാഹു അൽ ഖിസ്യ ഫിൽ ഹയാത്തി ദുനിയ, ഈ താണലോകത്ത്, ദുനിയ എന്ന് പറഞ്ഞാൽ കെട്ട ലോകത്ത് എന്ന് പോലും അർത്ഥം പറയാൻ പറ്റാവുന്ന വിധത്തിലാണ് ആ വാചകം. ദുനിയ അദ്ദുനിയ ദനിഅ, പരലോകവുമായി വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും ലോ ആണ്, കെട്ട ലോകമാണ്. ഇത് അടുത്ത ലോകമാണ്, ഇപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയ ലോകമാണ്. ഇത് താണ ലോകമാണ്, അത് കീഴ്ലോകമാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഖിസി അള്ളാഹു അനുഭവിപ്പിച്ചു. വലഅദാബുൽ ആഖിറതി അക്ബർ, ഇനി ആഖിറത്ത് മറ്റൊരു ജീവിതം അവർക്കുണ്ട്, യഥാർത്ഥമായ ജീവിതം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് സ്വപ്നമാണെങ്കിൽ ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് പരലോകത്തേക്ക് നമ്മൾ ഉണരുകയാണ്. അതാണ് യാഥാർത്ഥ്യമെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ അവരനുഭവിക്കാൻ പോകുന്നത് അക്ബർ, അവിടുത്തെ അദാബ് അക്ബറാണ്. ലൗ കാനു യഅലമൂൻ. ഇനി സഅദി അതിന് കൊടുത്തിട്ടുള്ള തഫ്സീർ കൂടി ഞാൻ ജസ്റ്റ് അങ്ങ് വായിക്കാം. ഫഅദാഖഹുമുല്ലാഹു വൽഫാഉ ലിത്തഅഖീബ്, ഫ എന്ന് പറയുന്നത് തഅഖീബിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അത് യുഷീറു ഇലാ സബബി,
സബബിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ ചെയ്തു വെച്ചിട്ടുള്ള അവിശ്വാസത്തിന്റെയും തെക്ദീബിന്റെയും കുഫറിന്റെയും തെക്ദീബിന്റെയും കളവാക്കലിന്റെയും കാരണത്താൽ, അത് രണ്ടും കാരണത്താൽ അദാഖ അനുഭവിപ്പിച്ചു. അഫ്അല വസ്ന് ലിത്തഅദിയ, അഫ്അല വസ്ന് ചിലപ്പോ ലിത്തക്സീർ, ചിലപ്പോ ലിത്തഅദിയ. ലാസിമാണെങ്കിൽ മുത്തഅദ്ദിയാക്കും, ഇൻട്രാൻസിറ്റീവിനെ ട്രാൻസിറ്റീവ് ആക്കും എന്നർത്ഥം. ഹും അവരെ, ഐ കുഫാറു മൻ കാന ഖബ്ലഹും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നത് മക്കാ മുശ്രിക്കുകളോടാണ് സംവാദം, അവരുമായിട്ടാണ് സംസാരം. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പ് ഇതുപോലെ കളവാക്കിയിട്ടുള്ള കുറെ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ, അവർക്ക് അള്ളാഹ് എന്ത് കൊടുത്തു എന്ന് പറയുന്നത്, അതിനെ നമ്മളൊരു ഉദാഹരണം എന്ന് പറയും, അതിനെ നമ്മളൊരു ദൃഷ്ടാന്തം എന്ന് പറയും, അതിനെ നമ്മളൊരു ഉപമ എന്ന് പറയും. ഉപമ ഉദാഹരണം എന്നൊക്കെ പറയുമ്പോൾ ചുരുങ്ങിപ്പോവുകയാണ്. മറിച്ച് അതിനെക്കുറിച്ച് പറയേണ്ടത് ഒരു ദൃഷ്ടാന്ത കഥ എന്നാണ്. അപ്പൊ മസലിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മസൽ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ അലിപുലി പോലെ എന്ന് പറഞ്ഞാൽ അത് മസലാണ്, തശ്ബീഹാണ്. അത്രയും ലളിതമായിട്ടല്ല ഖുർആനിൽ പറയുന്ന മസലുകൾ. അത് ഒരു ദൃഷ്ടാന്ത കഥയാണ്. ഇതിന് സമാനമായ മറ്റൊന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്ന ഈ കാര്യം എന്താണോ ആ കാര്യത്തിന്റെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാം സംഭവിച്ചിട്ടുള്ള മറ്റൊരു കഥയാണത്, ഒരു സംഭവ കഥയാണത്. അതിന് ശരിക്കും മലയാളത്തിൽ പറയാവുന്ന വാക്ക് ദൃഷ്ടാന്ത കഥ എന്ന് തന്നെയാണ്. അപ്പൊ ചിലപ്പോ ചുരുക്കി ദൃഷ്ടാന്തം എന്ന് പറയും, ചിലപ്പോ ഇതിന് ആയത്ത് എന്ന് തന്നെ പറയാറുണ്ട് അറബിയിൽ. അങ്ങനെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നമ്മളെ മുന്നിൽ ഒരു മസലായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട്, ഒരു കുറിമാനമായിട്ട് അള്ളാഹ് കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹു അവരുടെ അവസ്ഥ വിശദീകരിച്ചു. ഫാദാഖഹുമുള്ള, അള്ളാഹ് അവരെ അനുഭവിപ്പിച്ചു. ബിദാലിക്കൽ അദാബ്, ആ ശിക്ഷയിലൂടെ. എന്താണ് അനുഭവിച്ചത്? അൽ ഖിസിയ, നിന്ദ്യത, കടുത്ത നിന്ദ്യത, മാനക്കേട്. അത് ഫിൽ ഹയാത്തി ദുന്യ, അവർ ജീവിക്കുന്ന അവരുടെ കയ്യിലുള്ള ഈ ഐഹിക ജീവിതത്തിൽ. ഇതുവരെ അവർ പറഞ്ഞത് ഇത് കൈ കിട്ടിയതല്ലേ, അത് വിട്ടിട്ട് ഇനി പറക്കണത് പിടിക്കാൻ പോണ്ട, അങ്ങനെ വലിയ തത്വം പറഞ്ഞ ആൾക്കാരാണ്. ആ കൈ കിട്ടിയ ആ ജീവിതം തന്നെ, ഇവർ വലുത് എന്ന് കരുതിയ ആ താഴ്ന്ന ജീവിതം തന്നെ, ഇവർ മഹത്തരമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ കെട്ട ജീവിതം തന്നെ അവിടെ വെച്ച് അവർക്ക് കൊടുത്തു ഖിസി. അള്ളാഹ് നല്ലൊരു ഖിസി കൊടുത്തു. ഫഫ്തലഹു ഇൻദല്ലാഹി വഇൻദ ഖൽഖിഹി. ഫഫ്തലഹു, അങ്ങനെ അവർ വഷളായി. ഫളിഹത്ത് എന്ന് പറയും, വഷളത്തരത്തിന് ഫളിഹത്ത് എന്ന് പറയും. അൽ ഫാഉ സുമ്മൽ ലാദു സുമ്മൽ ഹാഉ, അൽ ഹുറൂഫ് الثلاث الاساسيه. ഫാ, ലാദ്, ഹാ. അതിന്റെ ഇഫ്താല വസ്നാണ് ഇഫ്തലഹ, വഷളായി. വഷളത്തരം നമ്മൾ പറയാലോ, അതിന് അറബി പറയാം ഫളിഹത്ത് എന്നാണ് പറയാം. ഫഫ്തലഹു, അങ്ങനെ അവർ വഷളായി. ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ. വഇൻദ ഖൽഖിഹി, അള്ളാന്റെ അടുക്കൽ മാത്രമല്ല പടപ്പുകളുടെ മുന്നിലും. അവരിതുവരെ വലിയ ആഢ്യത്വം കാണിച്ച് തലക്കുമീതെ കൊമ്പും വെച്ച് കുലുക്കി നടന്നിരുന്ന ആരുടെ മുന്നിലാണോ അവരിതെല്ലാം ഈ തരത്തിലുള്ള ഡംബുകളെല്ലാം കാണിച്ചിരുന്നത്, അവരുടെ മുന്നിൽ തന്നെ അവരെ വഷളാക്കി. വലിയൊരു പാഠമാണ്, വലിയൊരു പാഠാണിത്. നമുക്ക് ആർക്കെന്നെ തോന്നിപ്പോകണ്ട ദുന്യാവിന്റെ കയ്യിലുണ്ട്, നമ്മളെ കയ്യില് അതല്ല ഇങ്ങനെ കയ്യിലൂടെ വെച്ച് വലിച്ചങ്ങ് പോവാണ്. അലയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വതിൽക്കൽ അയ്യാം നുദാവിലുഹാ ബൈനന്നാസ്. അതിങ്ങനെ ഒരാളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് മറ്റയാളെ കൈ കൊടുത്ത് ആളെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആൾക്ക് തോന്നുമ്പോഴത്തേനും മറ്റയാളെ കയ്യിലേക്ക് പോയി. ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കാത്തൊരു സംഗതിയാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാറുണ്ട്. ലബനീസ് പാർലമെന്റിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്ക്, ആ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ കവാടത്തിന്റെ ചിത്രം പലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കാണും, ലൗ ദാമ ഹാദൽ അംറു ലി അഹദിൻ ഖബ്ലക് ലമാ വസലത ഇലൈക്, ലമാ വസല ഇലൈക്. ഈ അംറ്, ഈ അതോറിറ്റി, അവിടെ ഭരിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ, ഈ അധികാരം
നിന്റെ മുമ്പ് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ അത് ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ, അയാൾക്ക് അത് നിത്യമായി എന്നും അയാളുടെ കയ്യിൽ തന്നെ നിലനിന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ലമാവസലയിലേക്ക്, പിന്നെ നിന്റെ കയ്യിലേക്ക് അത് വരുമായിരുന്നില്ലല്ലോ. ആരുടെയും കണ്ണിൽ അത് കയ്യിൽ ഉറച്ചു നിൽക്കാത്തൊരു വസ്തുവാണിത്. അതുകൊണ്ടാണ് ഇന്ന് നിന്റെ കയ്യിൽ വന്ന് നിന്റെ കയ്യിൽ ഉറച്ചു പോണില്ല. അപ്പോൾ ഒരാള് തെരഞ്ഞെടുത്ത് അവിടെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാലെടുത്ത് വെക്കുന്ന നേരത്ത് ആദ്യം അയാൾ കാണുന്നത്, ആദ്യം അയാൾ വായിക്കുന്നത് ഈ കാര്യമാണ്: ഓർത്തോ, ഇതൊന്നും എന്റെ കയ്യിലുണ്ടാവില്ല. കളിക്കുമ്പോൾ ഒന്ന് ഓർത്ത് കളിക്കുന്നത് നന്നു, ഓർമ്മ വെച്ച് കളിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നിന്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ കാര്യം ദായിമായിട്ട് നിത്യമായിട്ട് നിലനിന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ലമാ വസ്വലയിലേക്ക്, അത് നിന്നിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ. അപ്പൊ ദുന്യാവ് കൈവശമുള്ളവര് ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാ. ദുന്യാവ് കൈവശമില്ലാത്ത ആൾക്കാരും ഇന്നിന്റെ കയ്യിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് എന്നും ഇങ്ങനെ കൊള്ളുന്നില്ല. അള്ളാഹ് ഒരു സമയത്ത് നമ്മളെ കയ്യിലൂടെയും അത് നമ്മളെ കയ്യിലൂടെ അങ്ങനെ കൊണ്ടുപോകും. കുറച്ച് നമ്മളെ കയ്യിലുണ്ടാവും, പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഇത് ദുന്യാവിന് അള്ളാഹ് വെച്ചിട്ടുള്ള നിയമമാണ്. അതുകൊണ്ട് പറയുന്നു, പരലോകത്തെ ശിക്ഷയാണ് അക്ബർ. പരലോക ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാനിവിടെ വിവരിക്കാൻ പോകുന്നില്ല. വിവരിച്ചിട്ടുണ്ടെങ്കിൽ തീരാൻ പോകുന്നില്ല. വിവരിക്കുന്ന എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അത് താങ്ങാനുള്ള കരുത്തുമില്ല. അതൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓതുക, അല്ലാത്തപ്പോൾ നമ്മൾ ഓതുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു കഴിവിന്റെ പുറത്താണ് അത് വായിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ പറയല്ല. ഖബറിലെ ശിക്ഷനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ ഓരോ വരികളിലൂടെ അല്ലെങ്കിൽ അതിന്റെ ഓരോ ഇഴകളിലൂടെ ശരിക്കും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ മനസ്സുപയോഗിച്ച് നമുക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഉറപ്പാണ്. അത് വല്ല സ്കിപ്പ് ചെയ്ത് പോകലാണ് പതിവ്. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു തരത്തിലുള്ള ഒരു ബോധക്ഷയം മാതിരി വീണ് പോകുന്ന കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ടെന്താ ഖബർ ശിക്ഷനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വിചാരണ സന്ദർഭത്തിൽ നടക്കുന്ന ഓരോ ഘട്ടങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സുറാത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നരകസ്ഥരും അതുപോലെ സ്വർഗസ്ഥരും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പറയുമ്പോൾ അത് പെട്ടെന്ന് വായിച്ചിട്ട് ഒരൊറ്റ പോക്ക് പോകാനേ കഴിയുള്ളൂ. കാരണം വലഅദാബുൽ ആഖിറതി അക്ബർ, അത് അത്രമേൽ ഭയാനകമാണ്. നമ്മുടെ സർഗശേഷിക്കുമേൽ, നമ്മുടെ സഹൃദയത്വത്തിനുമേൽ, നമ്മുടെ ബുദ്ധിക്കുമേൽ, നമ്മുടെ ചിന്താഗതിക്കുമേൽ, നമ്മുടെ മനസ്സിനുമേൽ അത്രമേൽ ആഘാതമേൽപ്പിക്കുന്ന, നമുക്ക് താങ്ങാനാവാത്ത കാര്യങ്ങളാണത്. വകാന അസ്ലാഫുനാ യുസ്അഖൂൻ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ അതിൽ കാണുന്നത്, അത്തരം ആയത്തുകൾ വായിക്കുമ്പോൾ, അത്തരത്തിലുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അവര് കാനു യുസ്അഖൂന ഫീ സ്വലാത്തിഹിം, നമസ്കാരത്തിൽ പോലും അവര് വീണു പോകാറുണ്ടായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം സ്വഹാബി പോലുമല്ല, താബിഈ വര്യനാണ്. അദ്ദേഹത്തിന്റെ മുദവ്വനത്തായ സീറ നമ്മൾ വായിച്ചാൽ അതിൽ കാണാം, ഒരു ഇശാ സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തു, അൻദർതുകും നാറൻ തലല്ലാ. നമ്മളൊക്കെ ഓതാറുള്ള ആയത്താണ്. നാറൻ തലല്ലാ, ലല്ലാ എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് പാരായണം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ വീണുപോയി. യുസ്അഖ്, പിന്നെ ഒന്നും അറിയാത്ത ആളുകൾക്ക് ദുൽ അഖ്ലി യഷ്ഖാ ഫിൻ നഈമി ബിഅഖ്ലിഹി വഅഖുൽ ജഹാലതി ഫിശ്ശഖാവതി യൻഅമു. ബുദ്ധിയുള്ള ഒരാള്, കാര്യങ്ങൾ തിരിയുന്ന ഒരാള്, യഷ്ഖാ, അയാൾക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഷഖാവത്ത്, ബുദ്ധിമുട്ട്, പ്രയാസം വരും. ഫിൻ നഈമി ബിഅഖ്ലിഹി, അയാൾ നല്ല നിഅമത്തിൽ അല്ലെങ്കിൽ നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അയാളുടെ അഖ്ല് കാരണത്താൽ, ബുദ്ധി കാരണത്താൽ ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. വാഹുൽ ജഹാല, ഇതൊന്നും തിരിയാത്തോനോ, ജഹാലത്തിന്റെ ആള്,
ഫിഷക്കാവത്തി അന്നമു. ജീവിതത്തിൽ അയാൾക്ക് ദൗർഭാഗ്യമാണെങ്കിൽ പോലും ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സുഖിച്ച് മതിച്ച് അപ്പുറാലോചിക്കാതെ അപ്പുറാലോചിക്കാതെ അങ്ങനെ കുറെ പടപ്പുകളെ നമ്മൾ കാണലുണ്ട്. അവര് എന്തൊക്കെ ഒരു അവസ്ഥയിലായിരിക്കും, ഭയങ്കര പ്രയാസത്തിലായിരിക്കും. പക്ഷെ അതൊന്നും അവരെ ടച്ച് ചെയ്തിട്ടേ ഉണ്ടാവില്ല, ആരോ സ്പർശിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം അത് ആലോചിക്കാൻ അവർക്കൊരു ചിന്താശേഷി ഇല്ല. അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞിട്ടും കാര്യമല്ല. കവി പറഞ്ഞ് വളരെ അർത്ഥവത്താണ്. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതൊരു വല്ലാത്ത ആഘാതമേൽപ്പിക്കുന്ന കാര്യമാണ്. ഫല്യഹ്ദർ ഹൗല. അതുകൊണ്ട് ഇത്തരക്കാരായ ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഹദറ യഹ്ദറു ഹദാരി സുമ്മ ഹദാരി ഇഹ്ദർ യാ അഖി. അതിനാൽ ഹൗല يعني المكذبون الكفار المكذبون من قريش ഖുറൈശികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി ആദ്യം കടന്നു വന്ന അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത അഭിസംബോധിത സമൂഹമായ ഖുറൈശികളോടാണ് പറയുന്നത്, നിങ്ങൾ സൂക്ഷിച്ചോ. അത് അവർക്ക് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സബബ് നുസൂൽ ഉണ്ട് എങ്കിൽ അൽ ഇബ്റത്തു ബിഉമൂമിൽ ലഫ്ദ് ലാ ബിഖുസൂസിസ് സബബ്. ആ പദം ആർക്കൊക്കെ ബാധകമാകാവുന്നുവോ അവർക്കൊക്കെയുമുള്ളതാണ്. ലാ ബിഖുസൂസിസ് സബബ്. അത് ഏത് കാരണത്താൽ ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയോ ആ ഹുസൂസിയത്ത് അതിന് കൽപ്പിക്കേണ്ടതില്ല. അത് ഖുറൈശികൾക്ക് മാത്രമല്ല, ഇതുപോലെ കളവാക്കുന്ന കുഫാറുകളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഫല്യഹ്ദർ ഹൗല, ഇവർ സൂക്ഷിക്കട്ടെ. മിനൽ മുഖാമി അല തക്ദീബ്, അവരുടെ ഈ തക്ദീബിൽ അവർ നിലക്കൊള്ളുന്നതിനെ അവർ സൂക്ഷിക്കട്ടെ. അൽ മുഖാം ഐ മാ യുഖീമൂന, അവർ നിലക്കൊള്ളുക, അവർ തുടരുക. മാ യസ്തമിറൂന ഫീ, ഏതിൽ? മിനത്ത് തക്ദീബ്, സത്യത്തെ കളവാക്കുന്ന, അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥത്തെ കളവാക്കുന്ന, നിയോഗിച്ചിട്ടുള്ള ദൂതനെ കളവാക്കുന്ന, അള്ളാഹുവിന്റെ റിസാലത്തിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ കളവാക്കുന്ന, പരലോകത്തെ കളവാക്കുന്ന ഈ ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഫയുസീബഹും, അങ്ങനെ അവർ കളവാക്കുകയാണെങ്കിൽ, കളവിൽ അവർ മൂടുറച്ചു പോവുകയാണെങ്കിൽ, നിരതരാവുകയാണെങ്കിൽ അവരെയും ബാധിക്കും. അവർ മറ്റുള്ള മുൻഗാമികളായിട്ടുള്ള ഈ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ ദൃഷ്ടാന്തമായി പറഞ്ഞു തരുന്ന തലമുറകളില്ലേ, സമൂഹങ്ങളില്ലേ, അവർക്ക് ബാധിച്ചിട്ടുള്ളത് മിനത്തഅദീബ്, ആ ശിക്ഷകൾ ഇവർക്കും ബാധിക്കും. അപ്പോൾ വാചകം പൂർണ്ണമായി. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അല്ലാമത്തു സഅദി റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ, അദ്ദേഹം ഈ കാര്യം നമുക്ക് വിശദീകരിച്ചു തന്നു. അതിലൊരു പ്രയാസമല്ല, ലളിതമാണ്. فذاقهم الله بذلك العذاب الخزي في الحياة الدنيا فافتضح عند الله وعند خلقه ولعذاب الآخرة أكبر لو كانوا يعلمون فليحذر هؤلاء من المقام على التكذيب. കളവാക്കുന്ന ഈ സ്വഭാവത്തിൽ നിരതരാകുന്ന, അതിൽ നിലക്കൊള്ളുന്നതിനെ അവർ സൂക്ഷിക്കട്ടെ. അങ്ങനെ അവർ കളവാക്കുക, അവിശ്വസിക്കുക എന്നുള്ള അതിൽ അവർ നിലക്കൊള്ളുകയാണെങ്കിൽ, തുടരുകയാണെങ്കിൽ ഫയുസീബഹും, അവരെ ബാധിക്കും, പിടികൂടും. മാസ്വാബ ഉലായിക്ക്, അവരെ പിടികൂടിയിട്ടുള്ള അതേ ശിക്ഷ മിനൽ അദാബ്, ആ ശിക്ഷ ഇവരെയും ബാധിക്കും. അടുത്തൊരായത്തും കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജസ്റ്റ് പറഞ്ഞിട്ട്, കൂടുതലില്ല. അടുത്തത് വലഖദ് ളറബ്നാ ലിന്നാസി ഫീ ഹാദിൽ ഖുർആനി മിൻ കുല്ലി മസൽ ലഅല്ലഹും യതദക്കറൂൻ. ഞാൻ ഈ ആയത്തിലേക്ക് വരാനുണ്ടായ കാരണം മസല് ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് വലഖദ് ളറബ്നാ, തീർച്ചയായും നാം ദൃഷ്ടാന്ത കഥകൾ വിവരിച്ചു തന്നിട്ടുണ്ട്, അംസാലുകൾ പറഞ്ഞിട്ടുണ്ട്. ലറബ മസലൻ, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആ വാക്ക് ലറബ്ന, ആ ലറബയും പിന്നെ അതിന്റെ ശേഷം മിൻ കുല്ലി മസലിൻ എന്ന് പറഞ്ഞ മസലും, അത് രണ്ടുകൂടി കൂടുമ്പോഴാണ് ആ പ്രയോഗം പൂർണ്ണമാകുന്നത്. ലറബ മസലൻ, ഒരു സിമിലിറ്റ്യൂഡ്, അതല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്ത കഥ, ഒരു ദൃഷ്ടാന്തം, അല്ലെങ്കിൽ നല്ല മലയാളത്തിൽ അന്യാപദേശം എന്നാണ് അതിന്റെ മലയാളം വരിക. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ വാക്യം ഉപയോഗിക്കാതിരുന്നത്. അതാണ് മസലിന് പറയാം.
നാം ദൃഷ്ടാന്ത കഥകൾ വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ലറബ്ന മിൻ കുല്ലി മസലിൻ, ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കിട്ടാൻ, മനസ്സിലാവാൻ, നിങ്ങളെ ശരിക്കും അത് വിശദീകരിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ദൃഷ്ടാന്ത കഥകൾ, അന്യാപദേശങ്ങൾ. നിങ്ങൾ പോയിട്ട് ആ വാക്കുവാണെങ്കിൽ എവിടെങ്കിലുമൊക്കെ തരാലോ. അപ്പൊ തരാ ഒരുപാട്. മുമ്പ് ഒരു ഗൂഗിൾ എഞ്ചിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരുപാട് എഞ്ചിൻസ് ഉണ്ട്. ഡീപ്പ് അങ്ങനെ സീക്ക് മുതൽ ഒരുപാട് സംഗതി കിട്ടുമല്ലോ. എല്ലാവരെയും കമ്പ്യൂട്ടറിൽ ഇഷ്ടംപോലെ അങ്ങനത്തെ എഞ്ചിൻസ് ഉണ്ട്. അപ്പൊ എഞ്ചിൻസ് വെച്ചിട്ട് മലയാളം ഒന്ന് ചോദിച്ചു നോക്കി, അപ്പൊ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇതിലൊന്നും മലയാളം പിന്നിലൊന്നല്ല, ഇതൊക്കെ നമ്മൾ മലയാളം ചോദിച്ചാൽ കൃത്യമായിട്ട് അതിലൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ദൃഷ്ടാന്ത കഥകൾ എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട, അത് മിന തൗഹീദ് വമിന ശിർക്ക് വമിനൽ ഖൈർ വമിന ശർ, അതുപോലെ തന്നെ വമിൻ ഹയാത്തി ദുനിയ വമിൻ ഹയാത്തിൽ ആഖിറ, അതുപോലെ തന്നെ അഹ്വാലു അൽ മുസ്ലിമീൻ, അഹ്വാലു അൽ കുഫാർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ ഹഖായിഖുകൾ നമ്മുടെ അദ്ഹാനുകളിലേക്ക് തഖരീബ് ചെയ്യാൻ, നമ്മുടെ ബുദ്ധിയിലേക്ക് ആ യാഥാർത്ഥ്യങ്ങൾ അടുപ്പിച്ചു തരാൻ, മനസ്സിലാക്കി തരാൻ, നമുക്ക് ആ കാര്യങ്ങളുടെ മുൻകാല ഉദാഹരണങ്ങൾ അള്ളാഹു നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്നു. ഇതാണ് ലറബ മസലൻ. അള്ളാഹു ഏതൊരു ഹഖീഖത്ത്, ഏതൊരു റിയാലിറ്റി, ഏതൊരു വസ്തുത നമുക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ആ വസ്തുത നമ്മുടെ അദ്ഹാനുകളിൽ, നമ്മുടെ തലച്ചോറിൽ വ്യക്തമാക്കി തരുന്നതിന് വേണ്ടി മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യത്തെ ചൂണ്ടിക്കാണിച്ച് വിവരിച്ചു തരുന്നു. അതാണ് അന്യാപദേശം, അതാണ് ദൃഷ്ടാന്ത കഥ, അതാണ് മസല്. അല്ലാതെ സിംപിളി അത് ഇതുപോലെയാണ്, അരിപുലി പോലെയാണ് എന്ന് പറയുന്ന ലാളിത്യത്തിൽ ആ വാക്കിനെ നിങ്ങൾ എടുക്കരുത്. ഉപമ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കുക. ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്, മലയാളത്തിൽ അങ്ങനെ പറയാം. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോട് ഉപമ പറഞ്ഞാൽ, സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അലി പുലിയെ പോലെയാണ് ധീരതയുടെ കാര്യത്തിൽ. അവിടെ ഉപമ വേണം. ഉപമാനം, ഉപമേയം, ഉപമാവാക്യം, സാധർമ്മ്യം, ഇങ്ങനെ 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് തശ്ബീഹ് ഉണ്ടാകുന്നത്. ഉപമിക്കുന്ന വസ്തുവാണ്, ഏതിനോട് ഉപമിക്കുന്നുവോ ഉപമാനം, ഉപമേയം, പിന്നെ ഉപമാവാക്യം, പോലെ എന്ന് പറയാനുള്ള പോലുള്ള വാക്കുകൾ വേണം. സാധർമ്മ്യം, അല്ലെങ്കിൽ പിന്നെ ഏത് വിഷയത്തിലാണോ സാദൃശ്യം പറയുന്നത് ആ വിഷയം പറയണം. അങ്ങനെയുള്ള ഒരു ലക്ഷണമൊത്ത ഉപമ എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായിട്ട് ഇതിനെ ചുരുക്കരുത്. അലിപുലിയെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ചിലർക്കത് കയറിയിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പിന്നെ അലങ്കാര ശാസ്ത്രത്തിൽ മലയാളത്തിലോ അല്ലെങ്കിൽ മറ്റേ ഭാഷകളിലോ പറഞ്ഞു വരുന്ന ഈ പറയുന്ന തശ്ബീഹ്, സിമിലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ല ഈ ലർബു മസൽ. ഇതിലൊരു സിമിലിറ്റ്യൂഡ് വരുന്നുണ്ടാവും. അതിലപ്പുറം അള്ളാഹു നമുക്ക് വിവരിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഹഖീഖത്ത് എന്താണോ, യാഥാർത്ഥ്യം എന്താണോ, റിയാലിറ്റി എന്താണോ, ആ റിയാലിറ്റി നമ്മുടെ അദ്ഹാനുകളിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് തഖരീബ് ചെയ്തു തരാൻ, അടുപ്പിച്ചു തരാൻ, വ്യക്തമാക്കി തരാൻ, മുൻകാലത്ത് ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു പൂർണ്ണമായ സംഭവം, ഒരു മുൻ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ആ സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഷ്ടാന്തമാണ്. ആ കാര്യം നമുക്ക് അള്ളാഹു വിശദീകരിച്ചു തരുന്നത് ഒരു ദൃഷ്ടാന്ത കഥയായിട്ടാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അന്യാപദേശമാണ്. അള്ളാഹു നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള അന്യാപദേശങ്ങൾ, ദൃഷ്ടാന്ത കഥകൾ, ഉദാഹരണങ്ങൾ നിങ്ങൾക്കായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഫി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ മാ ഫറത്നാ ഫി ഹാദൽ കിതാബി മിൻ ഷൈ, അവിടെ ഈ കിതാബ് കൊണ്ടുദ്ദേശിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അവന്റെ സൃഷ്ടി പ്രപഞ്ചത്തെയാണ് എന്നതിന് വ്യാഖ്യാനം ഉണ്ടാവും. അല്ല ഈ ഖുർആനാണ് എന്നതിന് വ്യാഖ്യാനം ഉണ്ടാവും. രണ്ടും ശരിയാണ്. ഒന്ന് അതിലെ ആമാണ്, ഒന്ന് വളരെ ഖാസ്സാണ്. ഖുർആൻ എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കുമ്പോൾ അത് വളരെ ഖാസ്സാണ്. ആം എന്ന് പറയുമ്പോൾ അത് ഒന്നും കൂടി വലുതാണ്. അങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അള്ളാഹു ഈ കിതാബിൽ, അവന്റെ ഈ സൃഷ്ടിപ്പിൽ, ഈ പ്രപഞ്ചത്തിൽ അവൻ ഒന്നുമേ കുറവ് വരുത്തിയിട്ടില്ല. ഈ ഗ്രന്ഥത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമേ കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ കാര്യം മനുഷ്യൻ എന്താവശ്യമുണ്ട്? ദുനിയാവിൽ ജീവിക്കാൻ, എന്നിട്ട് പരലോകം നേടാൻ. അതിനാവശ്യമായ ഒരു കാര്യത്തിലും തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാറ്റിനും മതിയായ വ്യക്തത വരുത്താവുന്ന കാര്യങ്ങൾ ഖുർആനിലുണ്ട്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ, ഗ്രന്ഥത്തിൽ ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല, ഉപേക്ഷയും വരുത്തിയിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല, ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ജീവിക്കേണ്ട കാര്യം നോക്കുമ്പോൾ ദുന്യാവിന്റെ കാര്യമാണോ, ആഖിറത്തിന്റെ കാര്യമാണോ, ദുന്യാവും ആഖിറവും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യമാണോ, അവിടെ നിങ്ങൾക്ക് നേടാനുള്ള ലക്ഷ്യത്തിന്റെ കാര്യമാണോ, അവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമാണോ, മുവഹ്ഹിദീങ്ങളുടെ അവസ്ഥ എന്താണ്, അതുപോലെ കുഫാറുകളുടെ അവസ്ഥ എന്താണ്, ഖൈർ എന്താണ്, ഷർ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അള്ളാഹ് വിവരിച്ചു തന്നിട്ടുണ്ട്. വിവരിച്ചു തരുമ്പോൾ ഒരു മുൻ ഉദാഹരണം പറഞ്ഞിട്ട്, ഒരു അന്യാപദേശം പറഞ്ഞിട്ട്, അത് നിങ്ങൾക്കൊരു ഗുണപാഠം നൽകുന്ന ഒരു വലിയ പാഠം നൽകുന്ന ഒരു ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരാതെ പോയിട്ടില്ല. ഒന്നും അല്ലാഹു കുറച്ചിട്ടില്ല. വലഖദ് ലറബ്നാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ. അവിടെ ലറബ്ന എന്ന് പറഞ്ഞാൽ ഉടനെ മിൻ കുല്ലി മസലിൻ എന്നുള്ളത് ആ പ്രയോഗത്തിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. അത് ഭാഷയുടെ പ്രയോഗം അങ്ങനെയാണ്. ലറബ്നാ മിൻ കുല്ലി മസലിൻ, എല്ലാറ്റിനെ കുറിച്ചുമുള്ള അന്യാപദേശങ്ങൾ, ദൃഷ്ടാന്തകഥകൾ, ഉദാഹരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കായി ഈ ഖുർആനിൽ അവൻ വിവരിച്ചിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അതൊരു റിമൈൻഡായിട്ട്, അതൊരു ഉത്ബോധനമായിട്ട്, അതൊരു റിമൈൻഡായിട്ട് സ്വീകരിച്ചെങ്കിലോ, നല്ല ബുദ്ധിയിൽ, നല്ല പ്രതീക്ഷയിൽ, നല്ല മനസ്സിലാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ദാഴ്മാർ അങ്ങനെയായിരിക്കണം. പഹയമാരെ സ്വീകരിക്കുന്നില്ല എന്നാണ് നമ്മളാൻ പറയാണ് എന്നുള്ള ഒരു നെഗറ്റീവ് മൂഡ് ഒഴിവാക്കണം. ചിലപ്പോൾ നമ്മളെ അടുത്ത് നിന്നൊക്കെ വന്നു പോകും. പക്ഷെ എന്നിരുന്നാൽ പോലും അത് വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ നെഗറ്റീവായിട്ടുള്ള മൂഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള ഓരോ സവിശേഷത ഉണ്ടാവും. ചിലർ കുറച്ച് പോസിറ്റീവ് ആകും, കുറച്ച് നെഗറ്റീവ് ആകും, ചിലർക്ക് നെഗറ്റീവ് അറിയണ്ടാവില്ല, ചിലർ വെറും പോസിറ്റീവായിരിക്കും. അതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ആത്മാക്കളിൽ അള്ളാഹു ഉണ്ടാക്കി വെച്ചതിൽ ഖൈറും ഉണ്ട്, ഷർറും ഉണ്ട്. സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഇതിനെ ശരിപ്പെടുത്തിയപ്പോൾ ഫുജൂറും തഖ്വയും ഒക്കെ അള്ളാഹിൽ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളതിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അതാണ്. യുസക്കീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താ ചെയ്തത്? യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അവരെ തസ്കിയത്ത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മുള്ളും മൊനയൊക്കെ അതൊക്കെ വെട്ടിയൊടിച്ചിട്ട് അതിനെ മിനുസപ്പെടുത്തിയിട്ട് അതിനെ സംസ്കരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുനകൾ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് പലർക്കും ഉണ്ടാകും. ഉള്ളതൊക്കെ നമ്മളത് ഇത്തരത്തിലുള്ള കൽപ്പനകളിലൂടെ, ഇത്തരത്തിലുള്ള ഉപദേശങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ഖുർആനിന്റെയോ ഹദീസിന്റെയോ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ടൊരു പോസിറ്റീവ് മൂഡിൽ വേണം പോകാൻ. അല്ലാണ്ട് ഒരുത്തനോട് സംസാരിക്കുമ്പോൾ, ഒരുത്തനെ നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മുൻവിധി പോലെ ഓൻ സ്വീകരിക്കൂല എന്ന് വെക്കണ്ട. ദാവത്തിൽ അതൊട്ടും ഭൂഷണമല്ല. മൂസാ നബിയോട് പോലും പറഞ്ഞത് ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അപ്പോൾ ലഅല്ലഹു യതദക്കറു അതൊരു വലിയ റിമൈൻഡർ ആയിട്ട് അവർ സ്വീകരിച്ചെങ്കിലും, ചിലപ്പോൾ ലക്ഷം ആളുകൾ കേൾക്കുന്നതിൽ ഒരാളെങ്കിലും സ്വീകരിച്ചെങ്കിലും, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, നീ മുഖേന ഒരുത്തരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യം അത് മനസ്സിലാകാൻ, ഉൾക്കൊള്ളാൻ, ചിന്തിക്കാൻ അവൻ തയ്യാറാകുകയാണെങ്കിൽ അതല്ലേ നിനക്ക് ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും നല്ലത്, അല്ലെങ്കിൽ ദുനിയാവ് കിട്ടുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഈ ആയത്ത് അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. മറ്റുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാവും. വലഖദ് ലറബ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഉദാഹരണങ്ങളും ഉപമകളും അന്യാപദേശങ്ങളും ദൃഷ്ടാന്തകഥകളും മുൻകാല അനുഭവങ്ങൾ അള്ളാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അതിനെ ഒരു റിമൈൻഡ് ആയിട്ട് അവർ സ്വീകരിച്ചെങ്കിലോ, അതൊരു നല്ല പ്രതീക്ഷയോട് കൂടി. അതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചയിൽ, അതിന്റെ തഫ്സീർ നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇന്ന് നമ്മളിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.